അടുത്തത് അധ്യക്ഷ പ്രസംഗം. ഏറ്റവും ബഹുമാനായ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ അഡ്വക്കേറ്റ് എ റിയാസ്, അതുപോലെ തന്നെ നിയോജകമണ്ഡലത്തിൻ്റെ സെക്രട്ടറിയും നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡന്റും ജില്ലയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ അസീസ് മൊലിയും, ജില്ലയുടെ സെക്രട്ടറിയും നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ സെക്രട്ടറിയുമായ ശ്രീ ജോയ്, അതുപോലെ തന്നെ നിയോജകമണ്ഡലത്തിൻ്റെ ട്രഷറർ ശ്രീ സന്തോഷ്, വനിതാ വിങ്ങിൻ്റെ ജില്ലയുടെ പ്രസിഡന്റ് ശ്രീമതി ജയ പീറ്റർ, നമ്മുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ അരുൺകുമാർ, അതുപോലെ തന്നെ കണക്കൽ അഗ്രഹീയനായ ശ്രീ ജോയ് എം പി, നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ ഐക്കൺ ശ്രീ വിവേക്, എൻ്റെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ള KVVS അംഗങ്ങളെ, വളരെ സന്തോഷത്തോടെ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ നല്ലൊരു ഓഡിയൻസാണ് നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥികൾ കൊടുക്കാൻ പറ്റിയത്. ഇവിടെ എപ്പോഴും ഡയസിലിരിക്കുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് സംസാരിക്കുമ്പോൾ അതിനൊരു ഊർജ്ജം കിട്ടണമെങ്കിൽ സദസ്സ് തിങ്ങി നിറഞ്ഞിരിക്കണം. തീർച്ചയായും ആ ഒരു കാര്യത്തിൽ ആദ്യമേ നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഒരു കയ്യിൽ നിങ്ങൾക്കാണ്. നമ്മുടെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, 35ാമത്തെ വാർഷികമാണ് ഇത് നടക്കുന്നതെങ്കിൽ 35 കൊല്ലം ഭരിച്ചിരുന്ന കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ ഊർജ്ജസ്വലരായ ഒരുപാട് അംഗങ്ങളുണ്ട്. നമുക്കറിയാം, ഇവിടെ ഏറ്റവും മുമ്പിലിരിക്കുന്ന മൊയ്തീൻ ഖാൻ, അദ്ദേഹം വളരെ പഴയ ഒരു മെമ്പർ തന്നെയാണ്. ഏതൊരു പരിപാടിക്കും വളരെ ആക്റ്റീവായി പങ്കെടുത്തിരുന്ന ഒരു മെമ്പറാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ യൂണിറ്റ് ഇന്നത്തെ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു സംശയം വേണ്ട. ഒന്നാമത്തെ കമ്മിറ്റിയിൽ പ്രസിഡന്റായി വന്ന ശ്രീ ഷാജി CBയുടെ ടീം അംഗങ്ങൾ തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും വിയർപ്പിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ എന്ത് നടന്നു എന്നുള്ളതല്ല നമുക്ക് നോക്കേണ്ടത്, ഇപ്പോൾ വരുന്ന കാലങ്ങളിൽ എന്തെല്ലാം നടക്കുന്നു എന്നാണ് വേണ്ടത്. എന്നിരുന്നാലും അവരുടെ മുൻകാലങ്ങളിലുള്ള അവരുടെ ഭരണസമിതി നടത്തിയിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് ആ മുൻകാലത്തിൽ ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്, കമ്മിറ്റിയിൽ നിന്ന് മാറി അംഗങ്ങളായിട്ടുള്ളവരൊക്കെ, അവർക്ക് നല്ലൊരു കയ്യിൽ നമുക്ക് കൊടുക്കാം. ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയതും ഇത് തന്നെയായിരുന്നു. എന്തുണ്ടേന്നാണ് നോക്കിയത്, എന്തില്ല എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ നോക്കിയിട്ടേ ഇല്ല. കാരണം ഞങ്ങൾ ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോൾ തന്നെ നമുക്ക് സ്വന്തമായൊരു കെട്ടിടമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അംഗങ്ങളെ പല ആൾക്കാരെ ചേർത്ത് വെച്ചവരുണ്ട്. അപ്പം ഞങ്ങൾക്കൊന്ന് തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വള്ളത്തിനൊന്നും ഉന്തുക എന്ന് പറഞ്ഞ പോലെ ഒന്ന് തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോക്കിയത് എന്തുണ്ടെന്ന് മാത്രം കാണുക എന്നുള്ളത്, എന്തില്ലാന്ന് ഞങ്ങൾ നോക്കിയിട്ടേ ഇല്ല. മാത്രമല്ല, നമ്മുടെ കമ്മിറ്റിക്കാർ, എല്ലാ കമ്മിറ്റിക്കാരും ഒരാളെ ഒന്നും പറയണ്ട. ഒരാൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് വരുന്ന കമ്മിറ്റിക്കാരാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു ഉഗ്രൻ ടീമാണ് ഇത്തവണത്തെയും കഴിഞ്ഞ തവണത്തെയും കമ്മിറ്റിക്കാർക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ കമ്മിറ്റിക്കാർക്ക് നല്ലൊരു അഭിനന്ദനം ഈ അവസരം കൊടുക്കാം. ഞാൻ വീണ്ടും വീണ്ടും നമ്മൾ നോക്കുന്നത് ഇത് തന്നെയാണ്. എന്തില്ലാതെ നമ്മൾ കാണുകയും ചെയ്യരുത്, എന്തുണ്ടെന്ന് വേണം നമുക്ക് നോക്കി പോകാൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാരതത്തിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ആൾക്കാർ മുഴുവൻ എന്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാരതം എന്തുകൊണ്ട് പലതിലും പുറകോട്ട് നിൽക്കുന്നുള്ള നോക്കിക്കൊണ്ടാണ് പല ന്യൂസുകളും യൂട്യൂബ് വീഡിയോസും എല്ലാം നമുക്ക് കാണുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഭാരതം എത്രത്തോളം മഹത്തരമാണെന്ന്. ഏകദേശം ലോകത്തിൽ ആദ്യമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത ജലസേചന പദ്ധതി അത് ആരംഭിച്ചത് നമ്മുടെ ഭാരതത്തിലെ മഹാരാഷ്ട്രയിലെ സൗരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ്, ലോകത്തിൽ ആദ്യമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ലോകത്തിൽ ആദ്യമായി ഒരു തിമിര ശസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭാരതമാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ്, ഭാരതത്തിലാണ് ലോകത്തിൽ ആദ്യമായി ഒരു പ്ലാസ്റ്റിക് സർജറി നടത്തിയത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ഇപ്പൊ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ വന്ന സമയത്ത് പഞ്ചാബും സിന്ധും എവിടെയൊക്കെ കിടക്കുന്നുള്ളത്. ലോകത്തിലെ 7000 വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു നദീതട സംസ്കാരം ഉടലെടുത്ത് നമ്മുടെ ഭാരതത്തിലാണ്. അവിടുന്നാണ് മനുഷ്യരാശിയുടെ എന്താ പറയുക, ഗുഹാ മനുഷ്യരിൽ നിന്നും ഇന്നത്തുള്ള ആധുനിക മനുഷ്യന്റെ യാത്ര ആരംഭിച്ചത്. അത്രത്തോളം പഴക്കമുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിന്റെ എങ്കിൽ നിങ്ങൾക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാലെടുത്ത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ മണലാണ്. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മണൽ വിൽപ്പന നടത്തുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മാൻ പവറിൽ, മനുഷ്യന്റെ വിഭവശേഷിയിൽ, മാനവ വിഭവശേഷിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സംഭാവന ചെയ്യുന്ന രാജ്യവും ഭാരതമാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ലോകത്ത് ഒരുപാട് കമ്പനികൾ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുന്നുണ്ട്.
പലതരത്തിലുള്ള കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ കമ്പ്യൂട്ടറുകളെല്ലാം ഓടാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഉള്ള രാജ്യവും നമ്മുടെ ഭാരതം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 0 എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് ആര്യഭടനിലൂടെ ലോകത്തിന് സംഭാവനയെ കൊടുത്ത രാജ്യമാണ് നമ്മുടെ ഭാരതം. പൈ എന്ന് പറഞ്ഞതും ലോകത്തിന് സംഭാവന കൊടുത്ത നമ്മുടെ ഭാരതം തന്നെയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ജോമെട്രി, കാൽക്കുലസ്, ട്രിഗണോമെട്രി എന്ന് പറയുന്നതെല്ലാം മാത്തമാറ്റിക്സിനോട് പറഞ്ഞു കൊടുത്ത രാജ്യവും നമ്മുടെ ഭാരതം തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 1917 റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചത്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യനും ആകാശത്തോട് പറക്കാൻ പറ്റും എന്ന് പറയുന്ന എയ്റോ ഡൈനാമിക്സിന്റെ കോംപ്ലക്സ് പ്രോസസ് രാശിക്ക് ഒരു രാമായണം എന്ന് പറയുന്ന കഥയിലൂടെ പുഷ്പവിമാനം എന്ന അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്ത രാജ്യവും നമ്മുടെ ഭാരതം തന്നെയാണ്. ഒന്ന് ആലോചിക്കുക, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് ദ ലൈഫ് എന്ന് പറയാറ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ഐഡിയക്ക്, നമ്മുടെ ഭാരതം ഐഡിയക്ക് കൊണ്ടുവന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അങ്ങനെ ഭാരതത്തിന്റെ ഏത് കാര്യം നോക്കുകയാണെങ്കിലും നമ്മൾ ഒരുപടി മുന്നിൽ തന്നെയാണ്. എന്തിനേറെ പറയുന്നത്, നമ്മൾ ധരിച്ചിരിക്കുന്ന ഷർട്ട്, ഈ ഷർട്ടിന്റെ ബട്ടൺ സൈഡ് അടിച്ച രാജ്യം ഭാരതമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കമ്പ്യൂട്ടറെക്കാളും അതിവേഗത്തിൽ കണക്കൂട്ടാൻ കഴിയുന്ന ശകുന്തളാദേവി ജനിച്ച രാജ്യം ഭാരതമാണ്. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന നോബൽ സമ്മാന ജേതാവായ നമ്മുടെ മദർ തെരേസയുടെ കർമ്മഭൂമിയും നമ്മുടെ ഭാരതം തന്നെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെസ് എന്ന് പറയുന്ന കളിയുടെ 3 ഫോർമാറ്റ് ഉണ്ട്. ആ 3 ഫോർമാറ്റിലും ആദ്യമായി ലോക ചാമ്പ്യൻ പട്ടം നേടിയ ശ്രീ വിശ്വനാഥ് ആനന്ദ് ജനിച്ച രാജ്യം ഭാരതം തന്നെയാണ്. ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പല റെക്കോർഡുകളിൽ 70 ലോക റെക്കോർഡുകൾ നേടിയ സച്ചിൻ ടെണ്ടുൽക്കർ രാജ്യവും നമ്മുടെ ഭാരതം തന്നെയാണ്. സഹസ്രാബ്ദങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന, ഇനിയും വർഷങ്ങൾ നമ്മുടെ ജീവിതമൊക്കെ അവസാനിച്ചു കഴിഞ്ഞാലും ലോകത്തിൽ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പിക്ചർ വരുന്ന ഗാന്ധിജി ജനിച്ചതാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം തന്നെയാണ്. സോ ഫ്രണ്ട്സ്, ഒന്നാലോചിച്ച് നോക്കൂ, ഏകദേശം ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ 18 പരിപൂർണ വളർച്ചയെത്തിയ ഭാഷകളും അതുപോലെ തന്നെ 800 ഉപഭാഷകളുമുള്ള നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന ഇന്ന് വരെയും ഒരു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിക്കാത്ത ഒരു രാജ്യമുണ്ടെങ്കിലും അത് ഭാരതം മാത്രമാണ്. ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ച സൂപ്പർ റോക്കറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന 104 റോക്കറ്റുകളെ ഒരുമിച്ച് വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ അണുബോംബ് ഉണ്ടാക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന, എഴുതപ്പെട്ടുള്ള ഭരണഘടനയുള്ള രാജ്യവും ഭാരതം തന്നെയാണ്. ഫ്രണ്ട്സ്, ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഇന്ത്യ ഈസ് ദ ബെസ്റ്റ്. ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്തിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നത് ഇന്ത്യയുടെ മഹത്വം എന്താണ്. എന്തില്ലാതെ നോക്കുക ചെയ്ത് ഒരുപാട് പോരായ്മകളുണ്ടാകാം. പക്ഷെ അതൊന്നും നോക്കാതെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ രാജ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത്, രാജ്യവുമായി ഇഴകി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെ വേണം നമ്മുടെ ജീവിതത്തിലും എന്തില്ലാതെ കാണുക ചെയ്തത് എന്തുണ്ടെന്ന് വേണം കാണാൻ. അതുപോലെ തന്നെയാണ് ഒരിക്കല് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അരുൺമാസിക എന്ന് പറയുന്ന ഇന്ത്യയുടെ നാഷണൽ വോളിബോൾ പ്ലെയർ ഉണ്ടായിരുന്നു. അരുൺമാസിക അവർ നാഷണൽ വോളിബോൾ പ്ലെയർ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്പോർട്സിലൊക്കെ നല്ലപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ ഗവൺമെന്റ് സർവീസിലൊക്കെ കയറിപ്പറ്റും. അതുപോലെ തന്നെ അവർക്കും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു ഓഫർ കിട്ടി. അത് സബ് ഇൻസ്പെക്ടർ പോലീസായിട്ടാണ് CRPF. അങ്ങനെ ലക്നൌവിലായിരുന്നു അവരുടെ വീട്. അവരുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ മേടിക്കാനായിട്ട് ഡൽഹിയിലേക്ക് അവർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ലക്നൌവിൽ നിന്നും ഡൽഹിക്കുള്ള യാത്രയിൽ, ആ ട്രെയിനിന്റെ യാത്ര, നോർത്തിലെ ട്രെയിനിന്റെ തിരക്കൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു ട്രെയിൻ അങ്ങോട്ട് പോകും, 2 ട്രെയിൻ ഇങ്ങോട്ട് വരും. അത്രമാത്രം തിരക്ക് പിടിച്ച റൂട്ടാണ് നോർത്ത് സൈഡിലുള്ളത്. അങ്ങനെ ട്രെയിൻ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരാൾ അവരുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാനായി ശ്രമിച്ചു. പക്ഷേ സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട്, നല്ല ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് ഇവരവിടെ മിണ്ടാതിരുന്നില്ല. എഴുന്നേറ്റ് ഒരൊറ്റ അടി കൊടുത്ത് ആ മാല പൊട്ടിച്ച് നിലത്ത് വീണപ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലായത്, അവന്റെ കൂടെ വേറെ 4 പേരും കൂടി ഉണ്ടായിരുന്നു. അവർ ആ കമ്പാർട്ട്മെന്റ് പല ഭാഗത്തു നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ആക്രമിക്കാൻ റെഡിയായി നിൽക്കുന്ന അരുൺമാസിനെ അവർ നേരിട്ടു. ഈ 5 പേരുടെ മുമ്പിൽ അരുൺമാസിനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല.
ഇവരെല്ലാവരും കൂടി അരുണിമ സിൻഹയെ ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തെടുത്ത് വലിച്ചെടുത്തു. അവർ വീണത് ഓപ്പോസിറ്റ് വരികയായിരുന്ന ട്രെയിനിന്റെ ബോഗിയിലോട്ടായിരുന്നു. ആ ബോഗിയിലോട്ട് അടിച്ച് തിരിച്ച് താഴത്ത് വീണ് ആ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ പാളത്തോട്ടാണ് അവർ വീണത്. അവരുടെ ഒരു കാൽ പാളത്തിലായിപ്പോയി. ആ പാളത്തിലൂടെയാണ് ആ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ കയറിപ്പോയത്. എന്ത് ചെയ്യാനാ? നിസ്സഹായി ആ ചരിഞ്ഞു കിടക്കുന്ന ആ മെറ്റൽ കൂമ്പാരത്തോട് ചരിഞ്ഞു കിടക്കുക എന്നല്ലാതെ കാലൊന്ന് വലിച്ചു മാറ്റാൻ പോലും അവർക്കായില്ല. ആരും ഉണ്ടായിരുന്ന സഹായിക്കും. എത്ര വിളിച്ചാലും രാത്രിയായ സമയം ആരും ഉണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യാനും പറ്റിയില്ല. വെറുതെ കല്ലുകൾ ഉപയോഗിച്ച് മെറ്റലിൽ അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ വേറൊന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. രാത്രി സമയത്ത് പാളത്തിൽ എന്താ ഉള്ളത് നിങ്ങൾക്കറിയാം. വലിയ വലിയ പെരിച്ചാഴികൾ. ഈ ചുടു ചോരയുടെ മണം കേട്ട് അവരുടെ കാലുകൾ കടിച്ച് പറിക്കുന്ന പെരിച്ചാഴിയെ ഓടിക്കാൻ പോലും കഴിയാതെയാണ് അവരവിടെ നിന്നത്. രാവിലെ 5:30-6 മണിയായപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ലോക്കൽ പീപ്പിൾ അവരെ കാണുകയും അവരെ വേഗം തന്നെ അവിടെയുള്ള കാൺപൂർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തിച്ച സമയത്ത് അവരാരാണ് എന്നുള്ള വിവരം അവിടെയുള്ള ഡോക്ടർമാരോടും നഴ്സുമാരോട് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായാലും അവരെ സഹായിക്കാൻ റെഡിയായി, ബ്ലഡൊക്കെ കൊടുക്കാൻ റെഡിയായി. പക്ഷെ ഡോക്ടർ പറഞ്ഞു 6-6.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്ന ഈ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ത ഓട്ടം നിലച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മുട്ടിന് താഴെ വെച്ച് കട്ട് ചെയ്യേണ്ട ഭാഗം ചിലപ്പോൾ അരക്ക് വെച്ച് കട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മുറിച്ചോളൂ, ഗോ അഹെഡ്. അങ്ങനെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവർ പറഞ്ഞ് മുറിച്ചോളാം. അങ്ങനെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്ന് അവർ സ്വന്തം കാല് നീട്ടി വെച്ച് കൊടുത്തപ്പോൾ അത് അനസ്തേഷ്യ കൊടുക്കാതെ മുറിച്ചു മാറ്റപ്പെട്ടു. വിവരം പറഞ്ഞ് മീഡിയ പീപ്പിൾ ഓടിയെത്തി. ആ ഓടിയെത്തിയവരോട് ഇവരെന്താണ് ഉണ്ടായെന്നുള്ള വാസ്തവം അതുപോലെ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും അവരെ വാർഡിലോട്ട് മാറ്റിയപ്പോൾ ആ വാർഡിൽ എന്താണ് പറയുന്നത്, ന്യൂസ് ചാനൽ എന്താ പറയുന്നത് അറിയാൻ അവിടെ ചാനലൊന്ന് വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ന്യൂസ് എല്ലാം മാനിപ്പുലേറ്റഡ് ന്യൂസ് ആയിരുന്നു. ഒരു ചാനൽ ന്യൂസ് ഇതായിരുന്നു, അരുണിമ സിൻഹ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തുകൊണ്ട് TT വന്നപ്പോൾ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് പോലുമാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായതെന്ന ഒരു ന്യൂസ്. അത് കേട്ട് സത്യം പറഞ്ഞാൽ നെഞ്ചകം തകർന്നു പോയി. വീണ്ടും അവർ ചാനൽ മാറ്റി നോക്കി, അടുത്ത ചാനൽ എന്താ പറയാന്നറിയാം. അത് നോക്കിയപ്പോഴാണ് അതിലും വിചിത്രമായിരുന്നു ആ ന്യൂസ്. വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നുകൊണ്ട് അത് അഭിമുഖീകരിക്കാൻ അരുണിമ സിൻഹയ്ക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ട്രെയിനിൽ കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നായിരുന്നു ആ ന്യൂസ്. അപ്പോഴേക്കും അരുണിമ സിൻഹ ആക്സിഡന്റ് ആയി വിവരം അറിഞ്ഞതോടുകൂടി തന്നെ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കാൻ എത്തി. റെയിൽവേ 25 lakhs rupees കൊടുത്തു. ഉടൻ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഹെലികോപ്റ്റർ വിട്ടുകൊടുത്തു. ആൻഡ് ഷീ ഹാസ് ബീൻ എയർലിഫ്റ്റഡ് ഫ്രം ദാറ്റ് പോയിന്റ് ടു എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അവരെ എത്തിച്ചു. വിദഗ്ധ ചികിത്സയായിരുന്നു അവിടെ. ആ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലൂടെ പോയത് വേറൊന്നുമല്ല, ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ പറയാനുണ്ടായിട്ടും ആ ന്യൂസ് മീഡിയ പീപ്പിൾ ഒന്നും തന്നെ അത് പറയാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കുകയായിരുന്നല്ലോ. ഇനി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ആ ന്യൂസ് മീഡിയ മാത്രമല്ല, ഞാൻ പറയുന്ന ലോകത്തിലെ എല്ലാ ആൾക്കാരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് സത്യസന്ധമായി അവരെ കൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യിപ്പിക്കും എന്ന് തീരുമാനിച്ചു. ആലോചിക്കട്ടെ, വികലാംഗയുടെ ഒരു കാലം മുറിച്ചു കിടന്ന് അവിടെ ചികിത്സയിലാണ്. അങ്ങനെ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതുവരെയും ഒരു വികലാംഗയും ഹിമാലയം കീഴടക്കിയിട്ടില്ല. സോ ഷീ ഡിസൈഡ് ടു കോൺകർ മൗണ്ട് എവറസ്റ്റ്. അവരും മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ 1.5 മാസം 5 മാസത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ആ ഹോസ്പിറ്റൽ വിട്ട് അവർ പോയത് സ്വന്തം വീട്ടിലോട്ടല്ല, മറിച്ച് ഹിമാലയത്തിന്റെ ബേസ് ക്യാമ്പിലോട്ടായിരുന്നു. അവിടെ പതുക്കെ അവരുടെ പ്രാക്ടീസ് ആരംഭിച്ചു. എക്സ്പെഡീഷൻ ക്യാമ്പിൽ ഒരു എക്സ്പെഡീഷനിൽ എത്ര പേരുണ്ടാവും നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു 12 to 15 പേരുള്ളവരെ ഒരു ടീമിലുണ്ടാവുക, ഹിമാലയ കീഴടക്കാനുള്ള ടീം. അങ്ങനെ കീഴടക്കാനുള്ള പരിശീലനം പതുക്കെ കൃത്രിമ കാലം വെച്ച് ആരംഭിച്ച സമയത്ത് അവർ പതുക്കെ നടക്കുമ്പോൾ ഒരു മിനിറ്റ് പോലും വേണ്ട ചെറിയ ദൂരം നടക്കാനായിട്ട്. ആ സമയം പോലും അവരെടുത്തത് അരമണിക്കൂറിലേറെയാണ്. പതുക്കെ ഒരു കാലം ഉറപ്പിച്ച് അടുത്ത കാലം വെപ്പുകാലം ഉറപ്പിച്ച് പതുക്കെ മൂവ് ചെയ്യുന്ന അരുണിമ സിൻഹയുടെ കൂട്ടത്തിലുള്ള ടീമിൽ പറഞ്ഞു, കമോൺ അരുണിമ, യു ക്യാൻ, കമോൺ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഓരോ കാലം പതുക്കെ വെക്കുന്ന സമയത്ത് അരുണിമ സിൻഹ മനസ്സിൽ പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്നെ വിളിക്കും കമോൺ എന്ന് പറഞ്ഞുകൊണ്ട്. നാളെ ഒരു ദിവസം ഞാൻ ഏറ്റവും മുകളിലെത്തും, അന്ന് ഞാൻ നിങ്ങളെ വിളിക്കും കമോൺ എന്ന് പറഞ്ഞുകൊണ്ട് എന്നായിരുന്നു അവർ മനസ്സിൽ പറഞ്ഞത്. അങ്ങനെ 2011 ഏപ്രിൽ മാസം 11-ാം തീയതി ട്രെയിനിന്റെ ട്രാക്കിലോട്ട് വീണെങ്കിൽ ഏകദേശം 3 വർഷം കഴിഞ്ഞ് 2013 മെയ് മാസം 21-ാം തീയതി അരുണിമ സിൻഹ ആ ഹിമാലയത്തിന്റെ ഏറ്റവും മുകളിലെത്തി നമ്മുടെ ത്രിവർണ്ണ പതാക ഹോസ്റ്റിൽ. അരുണിമ സിൻഹ അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ വന്നുകൊടുത്ത ഇന്റർവ്യൂ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത് എന്തില്ല
എന്ന് കണ്ടില്ല, പകരം എന്തുണ്ട് എന്ന് ഞാൻ കാണുകയത്. എൻ്റെ ഒരു കാല് പോയതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേയില്ല, പകരം എനിക്ക് ഒരു കാലുണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം അത് മാത്രം മനസ്സിൽ വെച്ച് ഞാൻ മുന്നേറിയപ്പോൾ എനിക്ക് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സാധിക്കാത്ത പലതും ചെയ്യാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ സ്റ്റോറി പറഞ്ഞ് വേറെ ഒന്നുമില്ല. നമ്മുടെ കമ്മിറ്റിക്കാർ, കഴിഞ്ഞ ഓരോ കമ്മിറ്റിക്കാരും എന്ത് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതെല്ലാം നോക്കേണ്ടത്. പുതിയതായിട്ട് വരുന്ന കമ്മിറ്റിക്കാർ ഇനിയും ഈ കസേരകൾ ഇവിടെ ഇരിക്കുന്നവർ തന്നെ സ്ഥിരമായി ഇരിക്കേണ്ടതല്ല. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് 35 വർഷങ്ങളായി പല ആൾക്കാർ ഇരുന്ന കസേരകൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് മാറിപ്പോകുന്ന സമയത്ത് പുതിയ ഭാരവാഹികൾ വരുമ്പോൾ നോക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, പഴയ ഭാരവാഹികൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, അതിനേക്കാൾ ബെറ്ററായി നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോഴാണ് നമ്മുടെ യൂണിറ്റ് മറ്റുള്ളവർക്ക് ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉയർന്ന ശൃംഖങ്ങൾ കീഴടക്കുന്നത്. അതിന് പ്രാപ്തരുള്ളവരാണ് ഇവിടെയുള്ള ഓരോ അംഗങ്ങളും. കാരണം നാളെ കമ്മിറ്റിയായിട്ട്, പ്രസിഡന്റായിട്ട്, സെക്രട്ടറി ആയിട്ട് വരാനുള്ള കപ്പാസിറ്റിയിൽ ഓരോ ആൾക്കാരും ഇവിടെ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. ആ മനസ്സിലൊരു വിചാരമുണ്ടെങ്കിൽ, നമുക്ക് എന്ത് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി നൽകാൻ കഴിയുമെന്നൊരു വിചാരമുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഇപ്പോൾ വന്നതിനേക്കാളും അതിവേഗത്തിൽ നമുക്ക് വീണ്ടും നമ്മുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ടീമിനെ കുറിച്ച് പറയാതിരിക്കുന്ന ഒട്ടും ശരിയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ കമ്മിറ്റി ജനാധിപത്യപരമായ തീരുമാനങ്ങൾ മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ, അല്ലാതെ ഒരു തീരുമാനങ്ങളും നമ്മൾ എടുക്കാറില്ല. അതിന് ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഊർജ്ജസ്വലമായ സെക്രട്ടറി, ഓരോ ആൾക്കാർക്കും ഓരോ കഴിവുകളുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഓടി നടന്ന് കൊടികെട്ടാനും, അതുപോലെ നമ്മുടെ റിപ്പോർട്ട് ബുക്കിൽ നിങ്ങൾ കണ്ടു കാണും, എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അത് ബാത്റൂം മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, മുകളിലെ റൂമിലെ മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, ഒരു കാര്യത്തിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഓടി പുറപ്പെടാൻ ഞാൻ വരട്ടെ ഞാൻ എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഊർജ്ജസ്വലനായ സെക്രട്ടറിയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും ഫണ്ടിന്റെ കാര്യം എന്തെങ്കിലും പറയുമ്പോൾ അത് വേണോ അത്ര വേണോ എന്ന് ചോദിച്ച് ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന, ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്താൽ പോരെ, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നോക്കി നമുക്ക് ചെയ്താൽ പോരെ എന്ന് എപ്പോഴും ആ ഫണ്ടിൽ മാത്രം കണ്ണും നട്ട് നമ്മുടെ വരവുകളെല്ലാം കറക്റ്റായി വരുന്നുണ്ടോ എന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന, ശരിക്കും ഞങ്ങൾ പറയുന്ന കണക്കിൽ അഗ്രഹീനായ ഒരു ട്രഷറർ നമുക്കുണ്ട്, ശ്രീ ജോയ് എം എ അവർ. അതുപോലെ നമ്മുടെ കമ്മിറ്റി എന്ന് പറയുന്ന പരിചയസമ്പന്നരാണ്. ഒന്നാലോചിക്കുക, 35 വർഷം മുമ്പ് ഈ സംഘടന ആദ്യമായി തുടക്കമുണ്ടായിരുന്ന പ്രസിഡന്റായ ശ്രീ ഷാജി CB ആണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം ഇപ്പോഴും കമ്മിറ്റി ആലോചിച്ച് 35 വർഷമായിട്ട് പല കമ്മിറ്റിക്കാരുടെ കൂടെ ഇന്ന് ഇപ്പോഴും നമ്മുടെ കൂടെ ഒരു യുവാവിനെ പോലെ. ഷാജിയുടെ എനിക്ക് ഒന്നൊന്ന് എഴുന്നേക്കില്ല, എല്ലാവരും ഒന്ന് കാണട്ടെ, നല്ലൊരു കൈ കൊടുക്കുക ഷാജി. യുവത്വത്തിന്റെ ചോരയിലാണ് അദ്ദേഹം കമ്മിറ്റിയിലെത്തിയത്. അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വിനീഷ്, ഇപ്പൊ നിങ്ങൾ നോക്കി കാണാം, അദ്ദേഹം ബിഹൈൻഡ് ദ കർട്ടനാണ്. നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ രജിസ്ട്രേഷൻ ഇരുന്ന അദ്ദേഹത്തിന് ഇവിടെ ലൈവ് ലൈറ്റിൽ വന്നിരുന്ന് ഷൈൻ ചെയ്യലോ അങ്ങനെ ആൾക്കാർ കാണുന്നൊന്നുമില്ല. പകരം ബാക്ക് എൻഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടാണ് ഈ കമ്മിറ്റിയെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു പ്രൊപ്പല്ലറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തത്. ആരും നോക്കിയാൽ നമ്മുടെ വിശിഷ്ടാതി ഇവിടെ നിന്ന് പോയപ്പോൾ അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്റെ ചെറുകൈ ഞാൻ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കി നടക്കുന്ന ആളാണ് ശ്രീ വിനീഷ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ അനിൽ ജോസഫ്. ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ രജിസ്ട്രേഷൻ കൗണ്ടറിലും അതുപോലെ ഫുഡ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചിട്ടപട്ടയായി പോകുന്നുണ്ടെങ്കിൽ, അത് അതിമനോഹരമായി പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു സിസ്റ്റമാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ രജിസ്ട്രേഷൻ പ്രോസസ്, അത് കഴിഞ്ഞാൽ ഫുഡിന്റെ ഐറ്റം, അങ്ങനെ ഓരോന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് അവരവർക്ക് കഴിയാവുന്ന രീതിയിൽ മാക്സിമം പെർഫോം ചെയ്യുക എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ അനിൽ ജോസഫും വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കും. നല്ലൊരു കൈയിലേക്ക് കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഓടുള്ളൂ. എല്ലാവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും വ്യത്യസ്തമാണ്. മരം കയറുന്ന അണ്ണാനെ കൊണ്ട് വേഗത്തിൽ നീന്താൻ പറഞ്ഞ ഒരിക്കലും നീന്തില്ല. വലിയ ശക്തിയുള്ള ആനയെ കൊണ്ട് മരം കയറാനോ നീന്താനോ പറഞ്ഞ് നടക്കില്ല. ഓരോ ആൾക്കാർക്കും അവരവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ഡ്യൂട്ടികൾ അവരെ ഏൽപ്പിക്കുകയും അതുപോലെ നന്നായി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്മിറ്റിയുടെ ഊർജ്ജസ്വലതയുടെ രഹസ്യം. അതിനോടൊപ്പം നമുക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റുണ്ട് ശ്രീ വിവേക്. അതുപോലെ തന്നെ പ്രസിഡന്റ്, നിങ്ങൾ ആലോചിക്കുക, യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ടീം അനൂപ് അവിടെ നിൽക്കുകയാണ്. അനൂപുണ്ട്. അതുപോലെ സെക്രട്ടറി
സെക്രട്ടറി നൗഫലുണ്ട്. ഇവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഭരണതന്ത്രം തിരിക്കാനായിട്ട് നമ്മുടെ കൂടുതൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ കാര്യം നടപ്പിലാക്കിയും നമ്മുടെ യൂണിറ്റ് വളരെ മനോഹരമായി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കണമെന്നുള്ള ആഗ്രഹം മനസ്സുകൊണ്ടുണ്ട് ഇതൊക്കെ സ്വയം വരുന്നത്, ആരും പറയാതെ തന്നെ ചെയ്യാനായിട്ട് തോന്നുന്നു. അതുപോലെ നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ വളരെ മനോഹരമായി ഏത് സമയത്തും എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് മാനേജ് ചെയ്യുന്ന ആളാണ് ശ്രീ സുനിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ല, ഇപ്പോഴും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ പുറത്ത് തന്നെയാണ്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നോക്കാനായിട്ടാണ്. അതാ പുറത്തുനിന്ന് കൈ കാണിക്കേണ്ടത് ശ്രീ സുനിൽ VS. വളരെ മനോഹരമായ രീതിയിൽ ആ രജിസ്ട്രേഷൻ കൊണ്ട് ഓരോ ആൾക്കാരും വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുത്ത് അവിടുത്തെ ടാഗ് കൊടുത്ത് ആ ആൾക്കാരെ വിടുക എന്ന് പറയുന്ന പ്രോസസ്. ആരൊക്കെ ഇനി വരാനുണ്ട് വൈകിട്ട്, അവരെന്തുകൊണ്ട് വന്നില്ല, ഈ കാര്യങ്ങൾക്ക് ഡിസ്കഷൻ നടത്തുമ്പോൾ ലീഡ് ചെയ്യുന്ന ആളാണ് ശ്രീ സുനിൽ. അതുപോലെ ശ്രീ സൂരജ്, അതുപോലെ വിനീഷ്, നേരത്തെ പറഞ്ഞ വിനീഷ്. അതുപോലെ മെമ്പർഷിപ്പിന്റെ കാര്യത്തിലായാലും നമ്മുടെ യൂണിയന് ഒരുമിച്ച് തന്നെ പല പല ഐഡിയാസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് വിളിച്ചു തരുന്നതും ഈ കമ്മിറ്റിക്കാർ പലരുമുണ്ട്. കമ്മിറ്റിയിൽ പോലും പറയാൻ പറ്റില്ലെങ്കിൽ, കമ്മിറ്റി പറഞ്ഞില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ വന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നതിൽ പ്രമുഖരായ ആൾക്കാരാണ് ഒന്ന് ശ്രീ ജോഷി തോമസ്, അതുപോലെ തന്നെ അബ്ദുൾ ലത്തീഫ്, അതുപോലെ ഷൈസൻ രജിമോനൊക്കെ അറിയാം. രജിമോനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൗണ്ടർ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ടീ ബ്രേക്ക് എന്ന് വരുന്ന സമയത്ത് അതൊക്കെ എങ്ങനെ ഇഫക്റ്റീവായ രീതിയിൽ മാനേജ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കൊല്ലം നമ്മളെ കമ്മിറ്റിയിലെടുത്ത ശ്രീ സാബു അരവിന്ദ്, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ റിപ്പോർട്ട് ബുക്ക് നോക്കണം. പേജ് നമ്പർ 9 ഒന്ന് ആഡ് ചെയ്യാനുണ്ട്, അതൊന്ന് ആഡ് ചെയ്യുന്ന അഭ്യർത്ഥിക്കണം ഈ സമയത്ത് വിട്ടുപോയത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂണിറ്റിന്റെ കമ്മിറ്റി എന്ന് പറയുന്നത് ഇത് ക്രോസ് സെക്ഷൻ തന്നെയാണ്. ഓരോ ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള ആൾക്കാരുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ് ഇത് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സംശയമില്ല. പ്രിയമുള്ളവരെ, ഏറ്റവും അവസാനമായി പറയട്ടെ, ഈ കമ്മിറ്റികൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു ചക്രം തിരിയണമെന്നില്ല. ആ കമ്മിറ്റിക്ക് ചക്രം തിരിക്കണമെങ്കിൽ അവിടെ അംഗങ്ങളുണ്ടാവണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തോന്നലുണ്ടാവണം. ഒരു സംശയം വേണ്ട. ഒരു പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ആ മാർച്ച് 31 കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏപ്രിൽ വന്നപ്പോഴത്തേക്കും തന്നെ സബ്സ്ക്രിപ്ഷൻ വരുന്നല്ലോ, ചോദിക്കുന്നല്ലോ എന്ന് തോന്നാം. ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും, ഏതൊരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യമേ ഫീസ് കൊടുക്കണം. ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ പീരീഡ്, ആ ഒരു വർഷം ഇൻഷുറൻസ് എടുത്തതിന് ശേഷം മാത്രം ഒരു വർഷം കഴിയുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക കവറേജ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പേ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാത്തിനും അർഹതയുള്ളൂ. ആ ഒരു കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സംഘടനയോട് കാണിക്കുമ്പോഴാണ് നമ്മളെ പോലെയുള്ള പ്രവർത്തിക്കുന്നവർ, കമ്മിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരു ഊർജ്ജസ്വലത ഉണ്ടാവുന്ന, കൂടുതൽ ആവശ്യത്തോട് പ്രവർത്തിക്കാനായിട്ട് തോന്നുന്നത്. ഇന്ന് പറയട്ടെ, ഏകദേശം 100% ആൾക്കാർ നമ്മുടെ സബ്സ്ക്രിപ്ഷനും മരണ ഫണ്ടും എല്ലാം പേ ചെയ്തിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല കൈഡിയാവാം. കാരണം അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ നമ്മുടെ യൂണിറ്റുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം മനസ്സിനകത്ത് രൂപപ്പെടുകയുള്ളൂ. ആ യൂണിറ്റ് ഓർഗനൈസ് ചെയ്യുന്ന പല പരിപാടികളും വരണമെന്ന് തോന്നലുണ്ടാവുള്ളൂ. സോ ഫ്രണ്ട്സ്, ഞാൻ അധികം നീട്ടുന്നില്ല. എൻ്റെ കമ്മിറ്റിക്കൊപ്പം പ്രവർത്തിച്ച് അതോടൊപ്പം ആ കമ്മിറ്റിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ഏരിയ അംഗങ്ങളെയും ഈ പ്രോഗ്രാമിലായിട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഊർജ്ജമാണ്, നിങ്ങളുടെ പ്രസൻസ് ആണ് ഞങ്ങളുടെ ഊർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഊർജ്ജം നൽകാൻ കഴിയൂ. അതനുസരിച്ച് നിങ്ങൾ നമ്മളോടൊപ്പം ഒരുമിച്ച് വരുമെന്ന പ്രത്യാശയോടെ ദിസ് ഈസ്